ഹലോ, അപ്പോൾ നമ്മളുടെ യെല്ലോ ഫുഡ് ചാലഞ്ചിൻ്റെ യൂട്യൂബ് വീഡിയോ ഞാൻ ഇടാനായിട്ട് ലേറ്റ് ആയിപ്പോയി, എന്നാലും ഇപ്പോൾ ഇടുകയാണ്. അപ്പം ഞാൻ കൊറിയൻ നൂഡിൽസ് ആണെന്നും പറഞ്ഞിട്ടാണ് ഇത് സത്യത്തിൽ വാങ്ങിച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതൊരു ചൈനീസ് നൂഡിൽസ്, മാഞ്ചൂരിയൻ എന്ന് പറയുന്ന നൂഡിൽസ് കേട്ടോ, ചൈനീസ് ആണ്. അതായിരുന്നു വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഈ ഇപ്പി മാഗി ഒക്കെ പാക്കറ്റ് കിട്ടുന്ന സമയത്ത് ഞാൻ അല്ലാതെ കഴിക്കുന്നതിനേക്കാൾ, കുക്ക് ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ റോ ആയിട്ട് ഇങ്ങനെ പച്ചക്ക് എടുത്ത് കഴിക്കുന്നതാണ്. ഇതൊരു വിയേർഡ് ഹാബിറ്റ് ആണോ എന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെയാണെന്നാണ് എൻ്റെ വീഡിയോ പറയുന്നത്. നിങ്ങൾ അങ്ങനെ കഴിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പറയുക. പിന്നെ അവിടെ അല്ലാത്തതിന് അതൊക്കെ കിട്ടുന്ന കൂട്ട് തന്നെ ഇങ്ങനത്തെ ഒരു പാക്കറ്റും അതിനകത്തുണ്ടായിരുന്നു. ഫുഡ് കളർ ചാലഞ്ചിന് വേണ്ടിയിട്ട് സത്യത്തിൽ വാങ്ങിച്ചതല്ലേ, ഇത് അവിടെ ഇരുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മാഗി ഉണ്ട്. അപ്പോൾ മാഗി അല്ല, സോറി, ഈ നൂഡിൽസ് ഉണ്ട്. അപ്പോൾ ഇതങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കി തിളയ്ക്കുന്ന സമയത്താണ് ഇടേണ്ടത്. പക്ഷേ എനിക്കിനി തിളയ്ക്കുന്നതിന് നോക്കിക്കൊണ്ട് വിട്ടിരിക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന് മുമ്പായിട്ട് എടുത്തിട്ടു. എപ്പോഴാണെങ്കിലും അത് തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കിടന്നങ്ങ് തിളയ്ക്കുമല്ലോ. ആദ്യം 2 മതിയെന്ന് പറഞ്ഞിട്ടാണ് ഇട്ടത്. പിന്നെ എല്ലാം കൂടി ഇട്ടു. ഇനി എങ്ങാനും ഇത്തിരിയും കൂടെ കൂടുതൽ കഴിക്കാൻ തോന്നിയാലോ. പിന്നെ നമ്മൾ ആദ്യം തൊട്ട് ഈ പ്രോസസ്സ് തുടങ്ങണം. അതുകൊണ്ട് മൊത്തത്തിൽ അങ്ങ് ഇട്ടു. കുക്കറിനകത്ത് കയറാത്തോണ്ട് രണ്ടാമിനകത്ത് ഞാൻ അടച്ചു വെച്ചേക്കാണ്. ഇതെന്തോത്തിനാ കുക്കറിനകത്ത് കയറത്തില്ല. ഇവിടെ 3 കുക്കറുണ്ട്. പക്ഷേ ഈ 3 കുക്കറിനകത്ത് ഞാൻ വാങ്ങിച്ചോണ്ടിരുന്ന ചോളങ്ങളൊന്നും കയറാറില്ല. കാരണം ഈ ചോളത്തിന് അത്യാവശ്യം വലിയ വലിപ്പമുണ്ട്. ഇതിനകത്ത് ഒടിച്ച് വെക്കേണ്ടി വരും. ഒടിച്ചു വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ കയറും. പക്ഷെ ഒടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീറ്റിൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് തിന്നുന്ന ഒരു സംഭവം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് വെക്കും. ഓക്കെ, ഇത് ചോളം പൊളിക്കുമ്പോൾ കിട്ടുന്ന സാധനം കേട്ടോ. ഇതിനകത്താണ് മറ്റേ ചുവന്ന കളറൊക്കെ ചേർത്തിട്ട് കുങ്കുമമാണെന്ന് പറഞ്ഞിട്ട് കൃത്രിമമായിട്ട് വെക്കുന്നത്. ഇതെന്തിനാണ് ഞാൻ കാണിച്ചത്? വെറുതെ അങ്ങ് കാണിച്ചതാണ്. അപ്പം നിങ്ങൾ ഒറിജിനൽ കുങ്കുമമാണോ വാങ്ങിക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ നോക്കാൻ പറ്റുമല്ലോ. ഞാനൊരു വീട്ടമ്മ ചെയ്തേക്കുന്നത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ ചെയ്യുന്നത്. ഇനി ഇതിനകത്തോട്ട് മറ്റേ ബൂസ്റ്റിൻ്റെ പൊടി എടുത്തിടുകയാണ്. സോറി, ബൂസ്റ്റിൻ്റെ അല്ല, മറ്റേ ഇതിനകത്ത് കിട്ടിയ ഇതെടുത്തിടും. ഇത് കാണുമ്പോൾ കറക്റ്റ് ബൂസ്റ്റിൻ്റെ കൂട്ടിരിക്കുക. ആദ്യം സത്യത്തിൽ ഞാൻ 2 ഇട്ടുള്ളൂ. 2 മതി, അല്ലെങ്കിൽ കെമിക്കലല്ലേ, അല്ലെങ്കിൽ തന്നെ എൻ്റെ വയറ് മുഴുവൻ നല്ല സാധനമാണല്ലോ കിടക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു 2 ഇട്ട് നോക്കി കഴിഞ്ഞാൽ ശരിയല്ല, അവർക്ക് നല്ല രീതിയിൽ അറിയാമല്ലോ. പിന്നെ 2 പാക്കറ്റും മൊത്തമുള്ള 4 പാക്കറ്റും ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതൊന്നും റെഡിയായത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് എടുത്തോളൂ. പക്ഷേ എനിക്ക് ഭയങ്കര മെനക്കേടാണ്. എനിക്കിത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ സത്യത്തിൽ ഇങ്ങനെ പൊട്ടിച്ചങ്ങ് ഇട്ടിട്ട് ഇത് തിന്നും. പക്ഷേ എൻ്റെ സിസ്റ്റർ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാക്കി തരും. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ കോൺ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വിട്ട് തന്നെ കുറച്ച് പച്ചക്കറികൾ, അതായത് ക്യാപ്സിക്കം, അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട്, ക്യാരറ്റ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടെങ്കിലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു വിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഉണ്ടാക്കാനായിട്ട് മടിയായതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തിട്ട് അങ്ങനെ അങ്ങ് ഉണ്ടാക്കും. ഇപ്പോൾ എനിക്ക് ഇനിയിപ്പം അറിയാനൊന്നും വയ്യ, അതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മുട്ട. അപ്പോൾ മുട്ട മാത്രം ഞാൻ ഇടുന്നുണ്ട്. ഒന്നെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചിക്കി ഉണ്ടാക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ, കാരണം ഇതിന് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുവാണല്ലോ. അപ്പോൾ ഇതിനകത്ത് കിടന്ന് വെന്തോളൂ. എന്നിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ചിക്കി ആക്കി എടുക്കാം. ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, മാഗി ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് കഴിക്കും, ചില സമയത്ത് കഴിക്കത്തില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് ഉമ്മായ്ക്കും കൂടെ വെക്കാമെന്ന്, ബാക്കി ഉണ്ടാക്കാം. പക്ഷെ ഉണ്ടാക്കാമെന്നല്ല, ബാക്കി കഴിക്കാം. പിന്നെ നിങ്ങൾ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുട്ട പൊരിക്കുന്നതും അതും ഇതുമൊക്കെ ചുമ്മാ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുമെന്നുണ്ടെങ്കിൽ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. കുറേ സ്കില്ലുകൾ നമ്മൾ പഠിക്കണം എന്നാണല്ലോ. അപ്പോൾ എനിക്ക് എപ്പോഴും നല്ല രീതിയിൽ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്കില്ല് തന്നെയാണ് കുക്കിംഗ്. പക്ഷേ എനിക്കത് ചെയ്യാനായിട്ട് അധികം ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ ഇത്രയും എടുത്ത് ഉമ്മാക്കി വെച്ചു, ബാക്കി കുറച്ചെടുത്ത് എനിക്കും വെച്ചു. പക്ഷേ സത്യത്തിൽ ഇത് രാത്രി ഉമ്മാക്ക് വന്നിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മ കഴിച്ചില്ല, ഉമ്മക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ രാത്രി ഞാൻ വീണ്ടും എടുത്ത് കഴിക്കേണ്ടി വന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു മാൻഡറിനും എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യെല്ലോ അല്ല, ഓറഞ്ചാണ്. അല്ലെ, ലൈറ്റ് ഓറഞ്ചാണ്, ഇൻ ബിറ്റ്വീൻ ആണെന്ന് പറയാം. യെല്ലോയും ആണ് ഓറഞ്ചുമാണ്. അതായിപ്പോയി കേട്ടോ സത്യത്തിൽ. പക്ഷേ ഞാനിത് തിന്ന് കഴിഞ്ഞ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇത് ഓറഞ്ച് ആയിരുന്നല്ലോ എന്ന് ഓർത്താൽ. പക്ഷേ അതുകൂട്ട് തന്നെ ഒരുപാട് പേര് എനിക്ക് കമൻറ്റും വന്നു. ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് പോകാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും ഒരു വൈഡായിട്ടുള്ള ഒരു വ്യൂവിൽ എന്നെ ഇങ്ങനെ കാണിക്കുന്നത്. ഇല്ല, കഴിഞ്ഞ ദിവസം മറ്റേ പാനിപ്പൂരി ചലഞ്ച് ചെയ്ത സമയത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങളുടെ വീട്ടിലൊരു കിളിയുണ്ട്, അതിൻ്റെ കീറ്റിലായിരിക്കില്ല. എപ്പോഴും ഇങ്ങനെ ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്യാത്ത ഇതുകൊണ്ട് ഞാൻ സെപ്പറേറ്റാണ് മിക്കവാറും റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ഇതിങ്ങനെ ഇങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. കണ്ടോ, ഒന്നെങ്കിൽ അത് കരയും, അല്ലെന്നുണ്ടെങ്കിൽ വെളിയിൽ വേറൊന്നും കരയുന്ന കേട്ടോ. അങ്ങനെ ഇരിക്കുന്നു. അവരണ്ണാന. ഞങ്ങളുടെ ഇവിടെ ഒരു പ്രകൃതി സുന്ദരമായ ഒരു പ്രത്യേക സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ കിളികളും അണ്ണാനും എല്ലാം ഒരുപാടുണ്ട്. തൊട്ട് ഫ്രണ്ട് ഹൈവേയാണ്. പക്ഷെ എന്തോ പറയാനോ, ഉള്ള കിളികളും പാറ്റയും പൂമ്പാറ്റയും എല്ലാം ഇവിടെ ഉണ്ട്. ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ആണ്. ഞാൻ പറഞ്ഞു വിട്ട് തന്നെ കിളിയുടെ കരച്ചിൽ, പിന്നെ വണ്ടിയുടെ ഹൈവേ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ കൂടെ ഹൈവേ പോകുന്നതിൻ്റെ ഇതിൻ്റെ എല്ലാം കൂടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് മ്യൂട്ട് ചെയ്ത് ഫാസ്റ്റ് ആക്കി വെച്ചേക്കാണ്. എല്ലാം ഫുഡ് കളർ ചെയ്യാൻ നേരത്തെ കുറേ അധികം കമൻറ്റ് റെഡ് ഫുഡ് കളർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കുറേ വന്നിട്ടുണ്ട്. കൂടുതലും ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തത് റെഡ് ആയിരിക്കും കഴിക്കുന്നത്. വീഡിയോ കണ്ടിട്ട് ഷോർട്സിനകത്ത് കമൻറ്റും അല്ലെങ്കിൽ എനിക്ക് മെസ്സേജായിട്ട് വരാറുണ്ട്, ജസ്റ്റ് ഇങ്ങനെ കഴിച്ചല്ലേ കാണിക്കത്തുള്ളൂ, മൊത്തം കഴിക്കുമോ സുമീന്നൊക്കെ. പക്ഷേ നമുക്ക് ഷോർട്സിനകത്ത് മൊത്തമായിട്ട് നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല ലോങ് ആയിട്ട്. ഇത് തന്നെ ഇപ്പോൾ ഇത്രയും
ഇത്രയും ടൈമുണ്ട്. അതുകൊണ്ട് ഇത് തന്നെ ഞാനിങ്ങനെ ഫാസ്റ്റിലാണ് ഇട്ട് കാണിക്കുന്നത്. ഇതിപ്പോൾ മൊത്തം കഴിച്ചു തീർത്തു. അങ്ങനെ എനിക്കെടുത്ത മുഴുവൻ കഴിച്ചു തീർത്തു. അടുത്തതായിട്ട് മറ്റേ ഓറഞ്ച് കളറിൽ മാൻഡറിൻ, അത് നമ്മുടെ മഞ്ഞ കളറിലേക്ക് കയറിയിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ടൊന്ന് പോവാം. അപ്പോൾ പോകുന്ന സമയത്ത് പറ്റുവാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരാം പൈനാപ്പിൾ. മാൻഡറിൻ സത്യത്തിൽ ഇങ്ങനെയാണോ കഴിക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. ഇങ്ങനെ കാരണം നമ്മൾ മൂസമ്പി കഴിക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് ഇങ്ങനെ കഴിക്കുവാണല്ലോ, അങ്ങനെയാണ് ഇത് തിന്നുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ ഞാനിങ്ങനെ ഓറഞ്ച് കഴിക്കുന്ന കൂട്ടി ഇങ്ങനെ പൊളിച്ചാണ് കഴിക്കുന്നത്. ഭയങ്കര ഇഷ്ടം കേട്ടോ മാൻഡറിൻ പൊളിച്ചെടുത്തിരിക്കുകയാണ്. മാൻഡറിൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഓറഞ്ച് കളറാട്ടോ. ഇനിയിപ്പോൾ എന്തോ എടുക്കും, മഞ്ഞക്കകത്ത് ഞാൻ ആഡ് ചെയ്ത് പോയില്ലയോ? കുഴപ്പമില്ല, ചെറിയൊരു മഞ്ഞയാണ്, കടുത്ത മഞ്ഞയാണിത്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഓറഞ്ചിനേക്കാൾ ടേസ്റ്റാണ്. മാൻഡറിൻ കഴിച്ചിട്ടില്ലാത്തവർ വാങ്ങിച്ച് കഴിച്ച് പോകുക, അടിപൊളി ടേസ്റ്റാണ്. മാൻഡറിൻ, മൂസമ്പി, ഓറഞ്ച് ഇതല്ലാതെ വേറെ ഏതാണ്ടൊക്കെ വകഭേദം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച നാടൻ കളറിലെ പേരയ്ക്ക, മഞ്ഞ ചെറിയൊരു യെല്ലോ ഷെയ്ഡുണ്ട്. അപ്പം ഈ ഒരു പേരയ്ക്കാണ് അടുത്ത് കഴിച്ചത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു കുറച്ച് ടൈമേ ഉള്ളൂ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ അപ്പം വരാൻ പറ്റിയില്ല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഈ ഇത്രയും വെയിറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. നമ്മൾ തിളപ്പിക്കാനായിട്ട് ഇട്ടിരുന്ന കോണാണ്, അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഇങ്ങനെ ഉണങ്ങിയിരുന്ന ഇത് ഞാൻ എടുത്തപ്പോൾ, കാരണം ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ടും ഇത് എടുത്തില്ലായിരുന്നു, ഉപയോഗിക്കാൻ എടുത്തില്ലായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുത്തപ്പോഴേക്ക് റെഡിയായി. പിന്നെ ഇത് നമ്മുടെ ബേബി കോണാണ്. ചിന്തിക്കുമായിരിക്കും പക്ഷേ ഇത് ഉപ്പിലിട്ടും സത്യത്തിൽ. കാരണം ഞാനാണെങ്കിൽ ലുലുമാളിൽ പോയ സമയത്ത് ഉപ്പിലിട്ടത് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലതാണ്, ഉപ്പിലിട്ടത് നമുക്ക് കഴിക്കാനായിട്ട് നല്ല രസം. പക്ഷേ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. എനിക്കെല്ലാം ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് ഉപ്പിലിടാനായിട്ട് പോവുകയാണ്. ചെറിയൊരു മഞ്ഞ കളറുണ്ട്, അതുകൊണ്ട് നമുക്കിത് കഴിക്കാം. മൊത്തം ഇടാമെന്ന് വിചാരിച്ചു. സദ്യത്തിൽ ഇത് സൂപ്പ് ഉണ്ടാക്കാൻ നല്ലതാണ്. പിന്നെ സൂപ്പിന് ഉപയോഗിക്കുമെന്ന് എനിക്കറിയാം, പിന്നെ സാലഡിനൊക്കെ ഉപയോഗിക്കും, വേറെ എന്തിനൊക്കെ ഉപയോഗിക്കുമെന്ന് എനിക്ക് വലുതായിട്ട് അറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഉപ്പിലിടാം. ഒരു കുപ്പിക്കകത്തോട്ട് കുറച്ച് വെള്ളം, ചൂടാക്കിയ വെള്ളമാണ്, അത് തണുത്തിട്ടുണ്ട്, അത് ഒഴിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇത്രയും വലിയ കുപ്പിയൊന്നും വേണ്ട, പക്ഷേ കുപ്പിയുടെ ഗ്ലാസ് എടുക്കുന്നതാണ് നല്ല. അതുകൊണ്ട് വേറൊന്നും കിട്ടാനുകൊണ്ട് ഞാൻ വലുത് തന്നെ എടുത്തിട്ടു. വേറെ ഉണ്ടായിരിക്കും, പക്ഷെ ഉമ്മ വരുമ്പോഴത്തേക്ക് വേറെ നമുക്ക് എടുത്തിട്ട് മാറ്റാം. അപ്പോൾ തൽക്കാലം ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് കൂടി ഇടണം. മുളക് കീറിയെടുത്തത് ഇതിനകത്തോട്ട് ഇടുകയാണ്. ഇട്ടിട്ടുണ്ട്. കൊണ്ട് വന്ന കോണ്, ഇത് വലുതെല്ലാം ഞാൻ ഒടിച്ചിട്ടുണ്ട്, അതും കൂടെ പറക്കി ഇതിനകത്തോട്ട് ഇടാം. ഇങ്ങനെ തന്നെ കേട്ടോ. ഇതിലും വലുതായിട്ടോ അവർ എനിക്ക് ചെയ്തു തന്നെ. എനിക്ക് ചെയ്തു തന്നെയല്ല, അവർ ഉണ്ടാക്കാൻ അവിടെ വെച്ചേക്കുന്നതാണ്. ഉണ്ടാക്കാനല്ല, വാങ്ങിക്കാൻ വെച്ചേക്കുന്നതാണ്. അത് ഞാൻ വാങ്ങിച്ചാ. ഇതിലും വലുതായിട്ടാണ് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമ്മൾ ഇത്രയെങ്കിലും ഇതാക്കിയല്ലോ, ഇച്ചിരി ചെറുതാക്കി നമ്മൾ ഇട്ടേക്കുന്നത്. നല്ല രീതിയിൽ കഴുകിയിട്ട് കൊണ്ടുവന്ന് ഇടണം, അത്രേ ഉള്ളൂ. അപ്പം നമ്മളുടെ ഇത് റെഡി. ഇത് സത്യത്തിൽ തിളച്ച വെള്ളത്തിലല്ല കേട്ടോ. തിളച്ച വെള്ളത്തിനകത്ത് ഉപ്പിൽ എല്ലാവരും ഇടാറുണ്ട്, പക്ഷെ അങ്ങനെ ഇടുന്നതല്ല. ഈ കടകളിലൊക്കെ ഉപ്പിലിടാൻ വെക്കത്തില്ലേ, അപ്പോൾ അവർ പറഞ്ഞല്ല, ഞാൻ വേറെ ചെയ്യുന്നവർ പറഞ്ഞ് കേട്ടിട്ടുള്ള, ഈ ചൂടുവെള്ളം തണുത്തതിന് ശേഷം നമ്മൾ മുളകും ഒക്കെ ഇട്ടിട്ട് ഇത് പറക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. അങ്ങനെയാണ് കേടുകൂടാതിരിക്കുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. ശരിയാണോ തെറ്റാണോ എന്ന് ഇന്നറിയാം, അല്ല കുറച്ച് ദിവസം കഴിഞ്ഞറിയാം. അങ്ങനെ നമ്മുടെ ഉപ്പിലിട്ട കോൺ റെഡി ആയിട്ടുണ്ട്. ഇവിടെ രാവിലെ തൊട്ട് ഭയങ്കര കേട്ടോ മൂടാപ്പാണ്, രാവിലെ തൊട്ടിട്ടുള്ള ഈ ഒരു മൂടാപ്പ. അമ്മയും കുഞ്ഞും ചോളവും പുഴുങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ചോളത്തിന് കുഞ്ഞനെയും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് സ്ട്രീറ്റ് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ തിന്നുന്ന ഇത് ഇഷ്ടം. കുറച്ച് സാധനം കൂടെ പരട്ടാം. ഇനി നമ്മളുടെ ബേബി കോൺ കേട്ടോ, അത് ഞാൻ അന്നേരം തന്നെ ഇപ്പോൾ അങ്ങോട്ട് ഉപ്പിലിട്ടിട്ട് അന്നേരം തന്നെ എടുത്ത് കഴിക്കുകയാണ്. എന്തിനായിരുന്നു കഴിച്ചതെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് ചാലഞ്ച് ചെയ്യേണ്ടതുകൊണ്ട് അന്നേരം തന്നെ എടുത്ത് തിന്നെയാണ്. അപ്പം അന്നേരം തന്നെ ഇട്ടേക്കുന്നതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളത്തിലല്ലല്ലോ ഇട്ടേക്കുന്നത്, അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ വലിയ കോൺ, അത് പുഴുങ്ങിയ സ്ട്രീറ്റ് സ്റ്റൈലിൽ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഈ സ്ട്രീറ്റ് സ്റ്റൈലിൽ ഈ കോണ് പുഴുങ്ങി എടുക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ അന്ന് ഇടാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇടാം, നമുക്ക് ചാട്ട് മസാല, അത് ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ട്. മഞ്ഞ കളറിലൊരു ഏത്തക്ക കഴിക്കാനായിട്ട് എടുത്തു. അത് ഞാൻ വിചാരിച്ചു മറ്റേ കൊച്ചു പിള്ളേർക്ക് അരിഞ്ഞിട്ടിട്ട് നെയ്യിനകത്തിട്ട് പുരട്ടി കൊടുക്കുള്ളൂ, ആ സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് എടുത്തത്. പക്ഷേ ഞാൻ വിചാരിക്കുന്നു ലാലേട്ടൻ മറ്റേ പറഞ്ഞ ഐസ്ക്രീമിനകത്ത് ഉണ്ടാക്കി കഴിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ സാധനം ഉണ്ടാക്കണമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അത് ഉണ്ടാക്കിയിട്ടില്ല, അതിനിയൊന്നും ഉണ്ടാക്കി കഴിക്കണം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത നാടൻ നെയ്യാണ്. പശുവിൻ്റെ ഇതുണ്ടല്ലോ, പശുവിൻ്റെ പാല് വാങ്ങിച്ചിട്ട്, നാടൻ പശുവിൻ്റെ പാല് വാങ്ങിച്ചിട്ട് എടുക്കുന്ന. ഇനി ഇതിനകത്തോട് കുറച്ച് പഞ്ചസാരയും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓൾറെഡി നമ്മൾ വെണ്ണ ഇട്ടിട്ടുണ്ട്, വെണ്ണയല്ല നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മണ്ടക്കോട്ട് ഇതിങ്ങനെ ഒന്ന്
ഇട്ടിട്ട് നെയ്യൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കൊച്ചുരുവത്തിൽ സീതാപ്പിക്ക് എൻ്റെ ഇത്താടെ മോന് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എപ്പോഴും. എനിക്കും ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവൻ ഇരുന്ന് കഴിക്കുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ പോയിരുന്ന് എടുത്ത് അടിച്ചു മാറ്റി കഴിക്കുന്നൊരു സാധനമായിരുന്നു. അതാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ്. പിന്നെ മുട്ട ഒരെണ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കോഴിമുട്ടയാണ്. എനിക്ക് കൂടുതൽ നാടൻ താറാമുട്ടയാണ് ഇഷ്ടം, പക്ഷേ ഇവിടെ കോഴിമുട്ടയുള്ളായിരുന്നു. പിന്നെ ഉള്ളതല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെ അത് കഴിച്ചു. അതിനുശേഷം കുറച്ച് ഏത്തയ്ക്ക നമ്മൾ ഉണ്ടാക്കി വെച്ചതും കൂടെ കഴിച്ചു. പിന്നെ ഉമ്മയും വാപ്പയും ഞാൻ പറഞ്ഞുകൊണ്ട് പോയേക്കാണ്. പിന്നെ അവർ വരുന്ന സമയത്ത് മറ്റേ ബിരിയാണി, ചിക്കൻ ബിരിയാണി എന്തോ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചിക്കൻ ബിരിയാണി മതിയെന്ന്. ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയും പിന്നെ പായസം പറ്റുവാണെന്നുണ്ടെങ്കിൽ അവിടെ കടയിലുണ്ടായിരുന്നു, പറ്റുവാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടില്ലാത്തൊരു ഐറ്റം അതും കൂടെ കഴിച്ചായിരുന്നു കേട്ടോ, ഒരു കുറുക്കാണ്. പിന്നെ അപ്പോഴത്തേക്ക് ഉമ്മയൊക്കെ വന്നായിരുന്നു ഉച്ചയായപ്പോഴത്തേക്ക്. അവർ ബിരിയാണിയും പിന്നെ പായസം പിന്നെ എന്താണ് മറ്റേ ഏത്തയ്ക്കാപ്പം അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നപ്പോഴത്തേക്ക് കുറച്ച് താമസിച്ചായിരുന്നു. പക്ഷേ ഞാൻ ആവശ്യത്തിന് ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര അധികം വിഷമമൊന്നുമില്ലായിരുന്നു. ചിക്കൻ ബിരിയാണി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. പക്ഷേ കുറച്ച് ഒരു ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തു നിന്ന് വരുന്ന വഴിയാണ് വാങ്ങിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ആലപ്പുഴയിൽ കയറി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് തണുത്തിട്ടുണ്ട്. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണിക്കകത്ത് ചിക്കൻ ബ്രൗൺ കളറാണ്. പിന്നെ ചിക്കൻ മഞ്ഞ കളറിൽ വറുക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചിക്കൻ ബിരിയാണിക്കകത്ത് ചിക്കൻ മാറ്റി വെച്ചിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഷോർട്സിനകത്ത് ഞാനത് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്, പക്ഷേ ഇതിനകത്ത് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല. നല്ല അടിപൊളി ചിക്കനായിരുന്നു. അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കഴിച്ചു ഉച്ചയ്ക്ക്. ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ഞാൻ കൂടുതലും ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡായിരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന്. പക്ഷേ അങ്ങനെയല്ല, എനിക്ക് നാടൻ സദ്യ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മൾ പുറത്തോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ലേസ് വാങ്ങിച്ചതും കൂടെ കഴിച്ചു. ഭയങ്കര മഴയായിരുന്നു പുറത്ത്. എന്തായാലും ഒന്ന് പുറത്ത് പോകണം, ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്ക് പുറത്ത് പോകണം എന്ന് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാടമുട്ട കഴിച്ചിട്ട് കുറേയായി. അപ്പോൾ കാടമുട്ട കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഞാനും ഉമ്മായും പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ആയിരുന്നു പോയത്. കഴിഞ്ഞ ദിവസം ലൈവ് വന്ന കാര്യം പറഞ്ഞല്ലോ, അത് ഇൻസ്റ്റഗ്രാമിനകത്തായിരുന്നു ഞാൻ വന്നത്. യൂട്യൂബിൽ എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ രാത്രി എപ്പോഴും ഒന്ന് വന്നായിരുന്നു, പക്ഷേ ഒരുപാട് ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം എന്നെ ഇത്രയും വൈഡായിട്ട് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. എനിക്ക് കുറച്ച് വണ്ണമുണ്ട്, അത്യാവശ്യത്തിന് വണ്ണമുണ്ട്, എങ്കിലും ഭയങ്കര ചബ്ബിയായിട്ട് ഇരിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഇത്ര വണ്ണം എൻ്റെ ഒരു വേണമെന്ന ഒരു വണ്ണത്തിലും ഒരല്പമെങ്കിലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് പോകും. പിന്നെ എനിക്കൊരു ടെൻഷനാണ്, ഞാനത് എങ്ങനെയെങ്കിലും ആ ഫാറ്റ് എങ്ങനെയെങ്കിലും ബേൺ ചെയ്ത് പോകും. അങ്ങനെയാണ് എൻ്റെ വെയിറ്റ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന വെയിറ്റിലും ഇത്രയെങ്കിലും ആയത് ആദ്യമായിട്ടായിരിക്കും. ഇത്രയും ഇപ്പോൾ എനിക്ക് കുറച്ച് വെയിറ്റിലിരിക്കുകയാണ്. അത് ഈ ഫുഡ് കഴിക്കുന്നത്, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തും ഫുഡൊക്കെ കഴിക്കുന്നത് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ഇരിക്കുന്നത്. സത്യത്തിൽ എനിക്ക് ഇത്രയും വെയിറ്റ് പോലും ഞാൻ ആക്കാറില്ല. ഒരു മെയിൻറ്റെയിൻ ചെയ്തു പോകും, നല്ല രീതിയിൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഒരു കടയിൽ കയറിയിട്ട് സുഖേൻ ഓർഡർ ചെയ്തു, മഞ്ഞ കളറായതുകൊണ്ട്. സത്യത്തിൽ ഞങ്ങൾ ശാസ്താംകോട്ടയിലാണ് പോയത്, പക്ഷേ ശാസ്താംകോട്ടയിൽ കാടമുട്ട എങ്ങും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ കാടമുട്ട എഴുതി വെച്ചേക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് കാടമുട്ട മുഴുവൻ തീർന്നു പോയി. പിന്നെ നമ്മൾ കയറിയിട്ട് അങ്ങനെയാണ് പിന്നെ വിചാരിച്ചു ഒരു സുഖം വാങ്ങിച്ചു കഴിക്കാമെന്ന്. പിന്നെ യെല്ലോ കളർ ആയതുകൊണ്ട് നമ്മളൊരു ഏത്തക്കാപ്പവും വാങ്ങിച്ചു. പിന്നെ യെല്ലോ കളറിൽ ഈ ഒരു കട്ടനും വാങ്ങിച്ചു. യെല്ലോ കളർ അല്ലല്ലോ, സത്യത്തിൽ ബ്രൗൺ കളറല്ലേ വരുന്നത്, എന്നാലും കട്ടൻ ഇതിൻ്റെ കൂട്ടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിച്ചാണ്. കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റ് യെല്ലോ കളർ. ഇതിനകത്ത് മിൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര ചൂടുമായിരുന്നു, അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു കുടിക്കാൻ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിച്ചു. അത് അതിനോട് തന്നെ ചേർന്നൊരു കട അവരുടെ തന്നെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ കാടമുട്ട വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കട ചവറയിൽ വന്നു. ശാസ്താംകോട്ടയിൽ നിന്ന് വരുന്ന വഴിയിലാണ് മറ്റേ കടയിൽ കയറിയത്. അവിടുന്ന് പിന്നെ ചവറയിൽ വന്നു. 10-13 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു, അവിടെ റോട്ട് വന്നു. കോശക്കടയിൽ നിന്നാണ് കേട്ടോ ഈ കടയുടെ പേര്. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ്. ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു റീലിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് ഇതുകൂട്ടി ഇങ്ങനൊരു കടയുണ്ട്, അപ്പോൾ കാടമുട്ട ഇനിയിപ്പോൾ എവിടെ കിട്ടുമെന്ന് ചോദിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ചവറയിൽ ഓൾറെഡി ഇവിടെ ഉണ്ടായിട്ട് നമുക്കൊരു മെമ്മറി ഉണ്ട്. അങ്ങനെ പിന്നെ ഫ്രണ്ടിൻ്റെ അടുത്തും കൂടെ വിളിച്ച് ചോദിച്ചു, അങ്ങനെ ഈ കടയിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടോട്ട് വിട്ടു. മഴ ആയതുകൊണ്ട് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ചെറിയ തിരക്കുറവുണ്ടായിരുന്നു. ഇതിൻ്റെ അപ്പുറത്ത് ഒരു കട കാണാം, ചെറിയൊരു ഇരിക്കുന്നു, അവിടെ ഇരുന്നൊക്കെ ഫുഡ് നന്നായിട്ട് കഴിക്കാനായിട്ട് പറ്റും. ഭയങ്കര തിരക്കാണ്, നല്ല രീതിയിൽ. എനിക്ക് തോന്നുന്നു കൂടുതലും മഴ ആയതുകൊണ്ട് അവിടെ വന്നിരുന്ന് കഴിക്കുന്നതിനൊക്കെ ഒരുപാട് പാഴ്സൽ പോകുന്നുണ്ടായിരുന്നു. താറാമുട്ട, കോഴിമുട്ട, പിന്നെ കാടമുട്ട, ദോശ, ഇത്രയാണ് സ്ഥലം. ഈ സ്ഥലം കറക്റ്റ് ഇവിടെ കിഴക്കോട്ട് വന്നു. കൊട്ട നിറച്ച് കാടമുട്ടയാണ്. മുട്ട ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് തോന്നി.
അത്രയും കാടമുട്ട ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് കൊച്ചു പരുവം തൊട്ടേ ഈ കാടമുട്ട എന്തുകൊണ്ട് ഇങ്ങനെ ഇഷ്ടമെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. എനിക്ക് കൊച്ചു പരുവം തൊട്ടേ കാടമുട്ട ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് നമ്മൾ പാഴ്സലും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. രാത്രി കുറച്ച് നല്ല രാത്രിയായിരുന്നു തിരിച്ചു വരാൻ നേരത്ത്. പിന്നെ തിരിച്ച് ഇനിയിപ്പം വീട്ടിലോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഉമ്മ വാങ്ങിച്ചുകൊണ്ട് വന്ന ഏത്തക്കാപ്പത്തിൻ്റെ ഇതിനകത്ത് ഞാൻ ക്ലിപ്പ് ആഡ് ചെയ്യാനായിട്ട് മറന്നുപോയത് ഷോർട്ട് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ക്രോസ് അടവാണ്. ക്രോസ് അടവിനകത്ത് പെട്ടിങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, ട്രെയിൻ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പം കാടമുട്ട കഴിക്കാനായിട്ട് വീട്ടിൽ വന്നിട്ടിരുന്നു. എൻ്റെ വീഡിയോ ഇപ്പോൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നെന്നുണ്ടെങ്കിൽ കുറച്ച് ന്യൂസ് കേൾക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കുറേ കിളിയുടെ സൗണ്ട് കേൾക്കുക. രാവിലെ ആണെന്നുണ്ടെങ്കിൽ കിളിയുടെ സൗണ്ട് ആയിരിക്കും കൂടുതൽ, രാത്രി ആണെന്നുണ്ടെങ്കിൽ ന്യൂസ് ആയിരിക്കും. ന്യൂസ് വാപ്പാക്ക് എപ്പോഴും കേട്ടോണ്ടേ ഇരിക്കണം. അപ്പോൾ ന്യൂസാണ് ഈ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നത്. ഇപ്പം ഞാനത് മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഫ്രഞ്ച് ഫ്രൈസ് അതും കഴിച്ചായിരുന്നു. അതിന് കുറച്ചും കൂടെ ഉള്ളൂ. അത് ഓൾറെഡി അവിടെ നിന്നും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുറച്ചും കൂടെ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വന്ന ഏത്തക്കാപ്പവും സുഹിയനും കഴിച്ചു. പിന്നെ ഈ ചീടാന്ന് പറഞ്ഞൊരു സാധനം, അങ്ങനെ കുറച്ച് ഐറ്റവും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് കഴിച്ചു. ഇത് ലാസ്റ്റത്തെ ഐറ്റം. ഇതിൻ്റെ പേര് ചീടാന്നാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ പേര്, ഇത് മുമ്പൊക്കെ എപ്പോഴും കഴിക്കുമെന്നുണ്ടെങ്കിലും എൻ്റെ പേര് എനിക്കറിയാൻ വയ്യ. എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഈ മുറുക്ക് ഇങ്ങനത്തെ ഐറ്റമൊക്കെ എനിക്ക് ഇഷ്ടമല്ലാത്ത എന്തോ സാധനം എന്ന് എല്ലാവരും ചോദിക്കാറില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇതിനകത്ത് ഒരു മധുരം ഇത്തിരി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് കഴിക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു പേടയും കൂടെ കഴിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്